എൻ്റെ പേര് ബൈജു എന്നാണ്. ബിജു എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ പാസ്സായില്ല. അപ്പോൾ പിന്നെ ഒരു ജോലി ആണ് ആവശ്യം. അപ്പോൾ കുടുംബ പരിസ്ഥിതിക്ക് ഇനി തുടർന്ന് പഠിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മളൊരു ജോലി ആണ് ആവശ്യം. അപ്പോൾ ജോലിക്ക് കയറി അടുത്തൊരു ഇരുമ്പ് കമ്പനിയിൽ ജോലിക്ക് കയറാനാണിപ്പോൾ ആദ്യം നമുക്ക് എളുപ്പമായി തോന്നിയത്. അപ്പോൾ അങ്ങനെ അടുത്തൊരു മടാളൊക്കെ ഉണ്ടാക്കുന്നൊരു ഇരുമ്പ് കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ജോലി പഠിച്ചു. ഹെൽപ്പറായിട്ട് കയറി ജോലി പഠിച്ചു. ജോലി ചെയ്തു. ഒരു 4-5 വർഷം കയറിയ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു. പിന്നെ അവിടെ ജോലിയുടെ കുറവ് കാരണം ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെറിയൊരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് ജോലി തുടങ്ങി. 1-2 ജോലിക്കാരെയൊക്കെ സഹായത്തിന് വിളിച്ച് ജോലി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് ഒരു 2008 ഞാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സ്വന്തമായിട്ടൊരു കമ്പനി വാങ്ങുന്നത്. ആദ്യം നമ്മൾ മടാളാണ് തുടങ്ങിയത്. മടവാൾ, അരിവാൾ, കത്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതും തുടങ്ങിയതും. 2008 ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കൈക്കോട്ട്, പിക്കാസ്, അലവാങ്ക് അങ്ങനെയുള്ള സാധനങ്ങളോട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ സൗകര്യം ഉള്ള ഒരു കമ്പനി കിട്ടിയപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ അതും ഇപ്പോൾ ചെയ്തു പോരുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-50 ഐറ്റം സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ കൈക്കോട്ട്, പിക്കാസ്, അലവാങ്ക്, അതിൻ്റെ ഉളികൾ, അതുപോലെ വെട്ടുകത്തികൾ കുറേ ഐറ്റങ്ങളുണ്ട്. അരിവാൾ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ചട്ടുകം എന്ന് പറയും, ചട്ടുകം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ നമ്മൾ റെയിൽ ഓപ്ഷനിൽ വന്നിട്ട് റെയിൽ ആണ് നമ്മൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലീഫും ഈ വെട്ടുകത്തിക്കൊക്കെ ലീഫാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 2 കമ്പനി ഉണ്ട്. അപ്പോൾ അത് 3 സ്റ്റാർ, ഒന്ന് 3 സ്റ്റാറാണ്. 3 സ്റ്റാർ മാനേജിങ് പാർട്ട്ണറാണ്. പിന്നെ അതുപോലെ വൈശാഖ് ഇൻഡസ്ട്രീസ് പറഞ്ഞിട്ടൊരു സ്ഥാപനം ആദ്യം നമ്മൾ തുടങ്ങിയത് വൈശാഖ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്ഥാപനമാണ്. അതിൽ നമ്മൾ വെട്ടുകത്തി, അരിവാൾ അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മളതിൽ ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് നെയിം രണ്ട് പേരിലും ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും കേരളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിൽ തെക്കോട്ട് എറണാകുളം, കോട്ടയം, അതുപോലെ കോഴിക്കോട്, കണ്ണൂർ, വടകര, അങ്ങനെ പാലക്കാട്, അങ്ങനെയൊക്കെ കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ മംഗലാപുരം, തമിഴ്നാടൊക്കെ കുറച്ച് ഭാഗികമായിട്ടും ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണ് ഇപ്പോൾ ഇത്. കാരണം ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും പെട്ടെന്ന് ചെയ്യാൻ ഉള്ള ഒരു സൗകര്യം ഇപ്പോൾ കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ട്. നമ്മളൊരു പിക്കാസോ അല്ലെങ്കിൽ അലുവാങ്കോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ റെയിൽ ഒന്നിച്ചെടുത്തിട്ട് അതിനെ 3 പൊളിക്കുകയാണ് ചെയ്യണത്. അത് ഗ്യാസിൽ കട്ട് ചെയ്യുക. ഗ്യാസ് കട്ടറിൽ കട്ട് ചെയ്തിട്ട് അതിനെ കഷ്ണങ്ങളാക്കും. അപ്പോൾ 2 കിലോ 2.5 കിലോ അങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ നമ്മൾ കരി ഉപയോഗിച്ചുകൊണ്ട് ഫർണസിൽ പഴുപ്പിച്ചെടുത്തിട്ട് പവർ ഹാമറിലാണ് നമ്മളിത് അടിച്ച് രൂപം ഉണ്ടാക്കുന്നത്. പവർ ഹാമറിൽ അതിനെ രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഹാൻഡ് ഫോർജിങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഹാൻഡ് ഫോർജിങ് ചെയ്ത് അതിന് ഗ്രൈൻഡ് ചെയ്ത് ടെമ്പർ ചെയ്തിട്ടാണ് അതിനെ മുഴുവനാക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ലീഫ് കൊണ്ടാണ് കത്തികൾ ഉണ്ടാക്കുന്നത്. വെട്ടുകത്തികളൊക്കെ ലീഫിലാണ് ഉണ്ടാക്കുന്നത്. ലീഫിനെ അതുപോലെ ഗ്യാസിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ തൂക്കത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് 500 ഗ്രാം, 800 ഗ്രാം, 1 കിലോ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വേണ്ട രീതിയിൽ അതിനെ രൂപത്തിൽ നമ്മൾ പവർ ഹാമറിൽ തന്നെയാണ് അടിച്ച് ഇതുപോലെ തന്നെ കരിയിൽ ഫർണസ് ഉപയോഗിച്ചിട്ട് പഴുപ്പിച്ചെടുത്തിട്ട് അതിനെ രൂപത്തിൽ പവർ ഹാമറിൽ അടിച്ചുണ്ടാക്കിയിട്ടാണ് അതിനെ നമ്മൾ ആദ്യം രൂപം ഉണ്ടാക്കുന്നത്, ഈ വെട്ടുകത്തിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഫോർജിങ്ങും പിന്നെ ഹാൻഡിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പർ ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ പുറത്ത് കൊടുക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം. ഒരു പിക്കാസൊക്കെ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു 3-4 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും.
നേരെ മറിച്ച് നമ്മളിപ്പോൾ നോർത്ത് എന്ന് പറയുമ്പോൾ റേറ്റ് വില കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു 3 വർഷം ഉപയോഗിക്കുന്നത് ഇതൊരു 6 മാസം കൊണ്ടോ ഒക്കെ വേറെ വാങ്ങേണ്ട ഒരവസ്ഥ വരും. സ്റ്റാഫുകൾ ഇപ്പോൾ ഉള്ള സ്റ്റാഫുകളൊക്കെ നമ്മുടെ അടുത്തുള്ള ആളുകൾ തന്നെയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സ്റ്റാഫിൻ്റെ അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. ഫാമിലി അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ തീപ്പെട്ടി കമ്പനിയിലെ വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. ഇപ്പോൾ ഭാര്യ 2 ആൺകുട്ടികൾ. ഭാര്യ ഹൗസ് വൈഫ് ആണ്. പിന്നെ മക്കൾ ഒരാൾ CAക്ക് പഠിക്കുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സോഷ്യൽ രംഗത്ത് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അസോസിയേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 5-8 വർഷത്തോളം അക്മ എന്നുള്ള നമ്മുടെ അസോസിയേഷനിൽ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് KSSAയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. KSSAയിൽ ഒരു 3 വർഷം ഞാൻ ജില്ലയുടെ പ്രതിനിധിയായിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ LUBയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ യൂണിറ്റിൻ്റെ കൺവീനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 3 വർഷം. വീടിനടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്, അക്ലേശ്വര മഹാദേവക്ഷേത്രം. അവിടെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിന് മുമ്പൊരു 8 വർഷത്തോളം പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ കമ്പനിയിലെ തിരക്ക് കാരണം ഞാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറുക ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ കുളപ്പുള്ളിയിൽ കാരക്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 2 സ്ഥാപനങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന് വൈശാഖ് ഇൻഡസ്ട്രീസ്, ഒന്ന് 3 സ്റ്റാർ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്. അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സിൻ്റെ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഐറ്റം ആവശ്യമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാവുന്നതാണ്.